ഹലോ ഡിയേഴ്സ്, അബേരി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നും വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ എന്നും ഇടാനൊന്നും പറ്റണില്ല. ഇപ്പോൾ ഒരു 1.5 ആഴ്ചയായെന്ന് തോന്നുന്നു ഞാൻ വീഡിയോ ഇട്ടിട്ട്. എന്താ പറയുക, പെരുന്നാൾ, കല്യാണം, അങ്ങനെ ഓരോരോ തിരക്കുകളായിരുന്നു കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒന്നും എനിക്ക് സമയം കിട്ടിയിരുന്നില്ല കേട്ടോ. നമ്മുടെ ഇടവകയിലെ പള്ളിപ്പെരുന്നാൾ എന്ന് പറയുന്നത് ഫെബ്രുവരി 1 കേട്ടോ. അപ്പോൾ അന്നത്തെ പെരുന്നാളിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇട്ടേക്കണത്. അപ്പോൾ അന്നും അപ്പൂസൻ ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ രാവിലെ മെഡിസിൻ കൊടുത്തിട്ടാണ് വന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ വലിയ കാര്യമായിട്ട് അങ്ങനെ പനിച്ചില്ല, കുഴപ്പമില്ലായിരുന്നു. എന്നാൽ ആ ഒരു ക്ഷീണമായിരുന്നു, പനി പിടിച്ചതിൻ്റെ ഒരു ക്ഷീണമായിരുന്നു കേട്ടോ. അപ്പോൾ സൺഡേയിലെ പെരുന്നാളിൻ്റെ പ്രദക്ഷിണം എന്ന് പറയുന്നത് വെയിലാണല്ലോ. അപ്പോൾ പ്രദക്ഷിണത്തിന് പോകണ്ട, അതായത് സൺഡേയിലെ പെരുന്നാളിൻ്റെ പ്രദക്ഷിണം നമ്മുടെ പള്ളിക്ക് ചുറ്റിയല്ല, പള്ളിക്ക് അടുത്തായിട്ട് തന്നെയുള്ള പ്രദക്ഷിണമാണ്, കുറച്ച് നടക്കാനുള്ളത് കേട്ടോ. അപ്പോൾ എന്നാലും വെയിലല്ലേ, നടക്കാൻ പോകണ്ട, പ്രദക്ഷിണത്തിന് പോകണ്ടെന്ന് വിചാരിച്ചിരുന്നെങ്കിലും പ്രദക്ഷിണം ഇറങ്ങാറായപ്പം അബിയും അപ്പൂസും പറഞ്ഞു പ്രദക്ഷിണം പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചേട്ടനെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ കാണാം ചേട്ടയെ കുരിശ് പിടിച്ചേക്കാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ തൊട്ട് മുമ്പിലും പുറകിലുമായിട്ടുള്ള മുത്തുക്കുട പിടിച്ചേക്കുന്നവരുടെ ഇടയ്ക്കാട്ട പൊതിഞ്ഞത്. അപ്പോൾ മുമ്പിലും പുറയുന്ന ഒരു തണൽ കിട്ടും. അപ്പോൾ ഇടയ്ക്കൊന്ന് നിൽക്കേണ്ട സമയത്ത് ആ മുത്തുക്കുടയ്ക്കുള്ളിലോട്ട് കയറി നിന്ന് അങ്ങനെ എന്തായാലും വലിയ വെയിലൊന്നും കൊള്ളാണ്ട് ഞങ്ങൾ പ്രദക്ഷിണമൊക്കെ പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. അങ്ങനെ പ്രദക്ഷിണം തിരിച്ച് പള്ളിയിൽ കയറിയിട്ട് നമ്മുടെ മുത്തുക്കുട പിടിച്ചേക്കുന്നവരെല്ലാവരുടെ നേരെ നിന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെയാണ് കുരിശ് പിടിച്ചേക്കുന്നവർ കടന്നു വരുന്നത്. ആ കുരിശ് പിടിച്ച് വന്നതിന് ശേഷം പിന്നെ നമ്മളുടെ രൂപങ്ങൾ കൊണ്ടുവയ്ക്കും കേട്ടോ. അങ്ങനെ രൂപങ്ങളൊക്കെ കൊണ്ടുവച്ച് ഞങ്ങൾ പിന്നെ ചേട്ടയും കുരിശും കൊണ്ടുവച്ചു. അപ്പോൾ പിന്നെ അപ്പൂസ് ഞാൻ ചേട്ടനെ ഏൽപ്പിച്ചു. അങ്ങനെ ഞങ്ങളത് അമ്പ് മുടി എടുത്ത് വയ്ക്കാൻ പോവുകയാണേ. അപ്പോൾ ഞാൻ അമ്പാണ് എടുത്തത്, ചേട്ടായി അമ്പും മുടിയാണ് എടുത്തത്. അങ്ങനെ നമ്മളിതേ രൂപത്തിലൊക്കെ ഒന്ന് മുത്തിയിട്ട് പള്ളിയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ശരിക്കും പള്ളിക്കകത്ത് കയറി നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ പള്ളിയിൽ ഫ്രണ്ടിലും ഇവിടെയൊക്കെയായിട്ട് തിരക്കായതുകൊണ്ട് ഞങ്ങൾ പള്ളിയുടെ പുറത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാരിലേക്ക് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് വീണ്ടും ഞങ്ങൾ അമ്പും മുടിയൊക്കെ ആയിട്ട് തിരിച്ച് ഞങ്ങൾ അതിൻ്റെ വെക്കുന്നിടത്ത് കൊണ്ടുവയ്ക്കാൻ പോവാണ് കേട്ടോ. ഇത്തവണ പെരുന്നാളിന് ആരെയും വിളിച്ചില്ല കേട്ടോ. കഴിഞ്ഞ തവണ അനിയത്തിയുടെ ഫാമിലിയും എൻ്റെ പപ്പ മമ്മിയും ചേട്ടൻ്റെ പപ്പയും മമ്മിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത്തവണ ആരെയും വിളിച്ചില്ലേ. എൻ്റെ പപ്പ വന്നേനെ, പക്ഷേ കല്യാണത്തിനൊക്കെ വരാനുള്ളതുകൊണ്ട് പപ്പ പെരുന്നാളിന് വരാഞ്ഞത് കേട്ടോ. അങ്ങനെ എനിക്ക് കിട്ടിയ വരുമാനത്തിൽ നിന്ന് ഒരു ഇത്തിരി അംശം ഞാൻ അപ്പൂസിനെ കൊണ്ട് അവിടെ നേർച്ച ഇടിച്ചേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ നേർച്ചയൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങളിതേ അടുത്തത് ഐസ്ക്രീമൊക്കെ കഴിച്ച്. ഇത്തവണ കടകളൊക്കെ കുറവാണ്, എന്നാലും അത്യാവശ്യം കടകളുണ്ട് കേട്ടോ. എന്നാലും കടകളിൽ കയറി അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടിരിക്കില്ലല്ലോ. അങ്ങനെ എന്തൊക്കെയോ വാങ്ങി. പിന്നെ ചേട്ടയുടെ കസിനും ഉണ്ടായിരുന്നു, അപ്പം അവർ എന്തൊക്കെയോ അവർക്ക് വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളിത് 2 കോക്കനട്ടിൻ്റെ ഷേക്കൊക്കെ വാങ്ങിച്ച് കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വൈകിട്ട്, അതായത് രാത്രിയിൽ ഗാനമേളയുണ്ട്. അപ്പോൾ വൈകിട്ട് ഗാനമേളയ്ക്ക് വരണം. അപ്പോൾ ഞങ്ങൾ ഇതേ വീഡിയോ ഇവിടെ നിർത്തുവാണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല കേട്ടോ. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.